പ്രിയമുള്ളവരെ, ഇത് തിരൂർ ബസ് സ്റ്റാൻഡ്. ഇന്നലെ വെള്ളിയാഴ്ച ചെറിയൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരൂർ പോയതാണ്. അപ്പോഴാണ് എനിക്ക് തോന്നി ഫ്രൈഡേ മാർക്കറ്റ് തിരൂർ തന്നെയാണ്, അവിടെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് അവിടെ പോയതാണ്. എന്തായാലും എന്തൊക്കെ കുറേ സാധനങ്ങൾക്ക് വില കുറവുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഞങ്ങൾക്കൊന്ന് അറിയുകയും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കടകളൊക്കെ അവധിയാണ്, എല്ലാ കടകളും അവധിയാണ്, ഒരുവിധമുള്ള കടകളൊക്കെ അവധിയാണ്. അതിൻ്റെ മുൻപിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ ഇട്ടിട്ടാണ് അന്നത്തെ ഒരു കച്ചവടം. തുണിത്തരങ്ങൾക്കും അതുപോലെ തന്നെയുള്ള ഒരുപാട് ഐറ്റംസുകൾക്ക് അവിടെ വില വളരെ കുറവാണ്. ഞാൻ നോക്കിയെടുത്തോളം കുറവാണ്. അപ്പോൾ എന്തായാലും വാച്ചുകൾ, അതുപോലെ നമ്മൾ സാധാരണഗതിയിൽ കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ നമ്മുടെ നാട്ടിലേക്കായി പക്ഷേ കുറേ സാധനങ്ങൾക്ക് കുറവുണ്ട്, നോക്കിയെടുക്കാൻ കഴിയണം. ബാഗുകൾ, അതുപോലെ തന്നെ വാച്ചുകൾ, ക്ലോക്കുകൾ, അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസുകൾ, ചെരുപ്പുകൾ ഒക്കെ റോഡ് സൈഡിൽ ചെരിഞ്ഞ പഴയ കാലത്തുള്ള അങ്ങനത്തെ കച്ചവടമാണ് ആ ഒരു ദിവസമായ വെള്ളിയാഴ്ച നടക്കുന്നത്, ഫ്രൈഡേ മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ നിരവധി ആളുകൾ എന്ന് പറയാനില്ല. ഒന്നാമത് നല്ല മഴയുള്ള ദിവസമാണ്, ഇന്നലെയൊക്കെ നല്ല മഴയല്ലേ. മഴയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആളുകളുണ്ട്. അത്യാവശ്യം കച്ചവടങ്ങൾ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ആ ഒരു ദിവസത്തെ കച്ചവടം. എന്തായാലും ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതി. എല്ലാ തരം ഐറ്റംസ് സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഒരുവിധമുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നോർമലി നമ്മുടെ നാട്ടിലേക്കായും കുറവുള്ള മാതിരി തോന്നി. ബാഗൊക്കെ നോക്കിയെടുക്കാൻ കഴിയണം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ്, പക്ഷേ എന്നാലും നമുക്ക് നോക്കി വിലയും ക്വാളിറ്റിയും അതിൻ്റെ സാധനത്തിൻ്റെ എല്ലാം നോക്കിയെടുക്കണം. ചെരുപ്പുകളൊക്കെ 200 രൂപ മുതൽ 100-200 ഒക്കെയാണ് ഈ കാണുന്ന ചെരുപ്പുകൾക്ക് വില. 250 ഒക്കെയാണ് വില. അപ്പോൾ പിന്നെ നമ്മുടെ ധോത്തികൾ, നമ്മുടെ മുണ്ടുകൾ, ഡബിൾ മുണ്ട്, അത്ര ഐറ്റംസുകളുണ്ട്. പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ്, മൊബൈൽ ഐറ്റംസൊക്കെ സെക്കൻഡ് മൊബൈലൊക്കെ 1000 രൂപ മുതൽ 1000, 2000, 3000 ആ റേറ്റിനൊക്കെ സെക്കൻഡ് മൊബൈലുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കാൻ കഴിയണം എന്താണ് മൊബൈലിൻ്റെ സംഭവങ്ങൾ. പിന്നെ ഈ ആദ്യ ഐറ്റംസൊക്കെ 20 രൂപ, 30 രൂപ, 30, 20 അങ്ങനെ 50 രൂപക്കൊക്കെ ഈ പൗച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള കേബിൾ ഇതൊക്കെ നമുക്ക് സെക്കൻഡ് ഐറ്റംസ് ആയിട്ട് അവിടെ വരുന്നുണ്ട്, ഫ്രഷ് ഐറ്റംസ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ നോർമലി കാണുന്ന സോപ്പ് അതുപോലുള്ള ലിക്വിഡുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഒന്ന് കാണാനായിട്ടാണ് ഇന്ന് പോയത്. പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് മേള എന്നൊക്കെ പറഞ്ഞിട്ട് 50% ഡിസ്കൗണ്ട്, ഈ കയർമേള, അതുമായി ചവിട്ടികൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ 20 രൂപ 30 രൂപക്കൊക്കെയാണ് ഈ സാധനം കൊടുക്കുന്നത്. 10 രൂപ 20 രൂപ 30 രൂപക്കൊക്കെയാണ് ഇത്തരം സാധനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണെന്നാണ് എൻ്റെ നിഗമനം. പിന്നെ അതോ കുറച്ച് ഓൾഡ് ആണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതും തന്നെ നല്ല വിലക്കുറവിലാണ് അവിടെ കൊടുക്കുന്നത്. ക്ലോക്കുകളാണ് വിലക്കുറവിലാണ് കൊടുക്കുന്നത്. പിന്നെ ആലങ്കല്ല്, അങ്ങനെ കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ. കുറച്ചൊന്നുമല്ല, ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ വിൽപ്പനക്കുണ്ട്. പിന്നെ ഷർട്ടുകളൊക്കെ 300 രൂപക്കാണ് ഷർട്ടുകൾ കൊടുക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, എടുത്ത് നോക്കി സൈസൊക്കെ നോക്കി കളറും കാര്യങ്ങളും ഡാമേജൊക്കെ ഉണ്ടോ നോക്കി എടുക്കാൻ കഴിയുന്നത്. എന്തായാലും ഫ്രഷ് ഷർട്ടുകൾ തന്നെയാണ്, പഴയതൊന്നുമല്ല. പിന്നെ ടീഷർട്ടുകളൊക്കെ 100 രൂപക്ക് ടീഷർട്ടുകൾ കിട്ടുന്നുണ്ട്. 100, 150, 200 ടീഷർട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കി എടുക്കാൻ കഴിയണം. ഇതൊക്കെ മൊബൈൽ ഐറ്റംസിൻ്റെ സാധനങ്ങളാണ്, അതും തന്നെ നോക്കി എടുക്കാൻ കഴിയണം. എന്തായാലും അതുവരെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെയും കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അവിടെ ചെന്ന. ഷൂ ഐറ്റംസ്, ചെരുപ്പ് ഐറ്റംസൊക്കെ 400 രൂപ 300 രൂപ 400 രൂപയൊക്കെ ഷൂ കിട്ടും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കാഴ്ചകൾ. പിന്നെ ചെന്നപ്പോൾ അങ്ങനെ എടുത്തു എന്ന് മാത്രം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഭായിമാരാണ്. ഭായിമാർ മഴ ആയപ്പോൾ കുറേയൊക്കെ നാട്ടിലേക്ക് പോയതുകൊണ്ടായിരിക്കും അത്ര തിരക്ക് കുറവ്. മറ്റേ ഭായിമാരാണ് കൂടുതലുള്ളത്. കച്ചവടക്കാരിലും കുറേ ആളുകൾ ഭായിമാരായിട്ട് കച്ചവടക്കാരുണ്ട്. പിന്നെ ഇതൊക്കെ 100 രൂപക്ക് ഒക്കെ കിട്ടും. പിന്നെ അവിടുന്ന് നല്ലൊരു തരിക്കഞ്ഞിയുണ്ട്, പിന്നെ പായസം, അങ്ങനെ ഐറ്റംസൊക്കെ കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് പോരാനുള്ള പരിപാടി. ഇതാണ് അതിൻ്റെ കവാടം. ബസ് സ്റ്റാൻഡ് നേരെ ബാക്കിൽ തന്നെയാണ്, തിരൂർ ബസ് സ്റ്റാൻഡ് ബാക്കിൽ തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളത്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, വെജിറ്റബിൾ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ട്രെയിന് കയറി. ഒരു 10 രൂപ കൊടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നിട്ട് പോയത് ബസ്സിലാണ് തിരിച്ച്. അങ്ങനെ കുറ്റിപ്പുറത്തേക്ക് ട്രെയിനിന് കയറി. അങ്ങനെ ട്രെയിനിന് നേരെ കുറ്റിപ്പുറത്ത് വന്നു. കുറ്റിപ്പുറത്ത് നിന്ന് വളാഞ്ചേരി നാട്ടിലേക്ക്. അപ്പോൾ ഞാനും ഇക്കുബാലും കൂടെ പോയത്. അപ്പോൾ ബൈ വീണ്ടും കാണാം.